ഇപ്പോൾ നയതന്ത്ര വിദഗ്ധനായ കെ.പി. ഫാബിയൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ.പി. ഫാബിയൻ, ഈ യുദ്ധത്തിനൊരു പര്യവസാനം എന്നുണ്ടാകും. ഇതിൽ ഒരു താൽക്കാലികമായ വെടിനിർത്തലല്ലോ വേണ്ടത്, പൂർണ്ണമായൊരു പര്യവസാനമല്ല വേണ്ടത്. പക്ഷേ ഈ സമാധാന കരാറിലേക്ക് എത്താൻ ട്രംപും അതോടൊപ്പം തന്നെ ഇറാനും ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ഇനിയിപ്പോൾ ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാകും? ഈ ഇറാനിന് അനുകൂലമായി കാര്യങ്ങൾ മാറുമോ? യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പ്രസിഡന്റ് ട്രംപിന് മനസ്സിലായി അദ്ദേഹം ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണ്. ആദ്യമായിട്ട് അദ്ദേഹം വിചാരിച്ചു വെനിസ്വേലയിൽ സംഭവിച്ച പോലെ ഇറാനിൽ സംഭവിക്കും. രണ്ടാമത് അദ്ദേഹം നെതന്യാഹുവിൽ പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ചു. പ്രൈം മിനിസ്റ്റർ നെതന്യാഹു പറഞ്ഞു മൊസാദ് അതിന്റെ അസസ്മെന്റ് ചെയ്തിട്ടുണ്ട്, അപ്പോ ടോപ്പ് ലീഡർഷിപ്പിനെ വധിക്കുക, 2-3 ദിവസത്തേക്ക് ഇന്റൻസീവ് ബോംബിംഗ് നടത്തുക. അപ്പോൾ ഇറാനിലെ സർക്കാർ, ഞാൻ മനഃപൂർവ്വം സർക്കാർ എന്ന് പറയുവാണ്, റെജീം പറയുന്നില്ല, ഒന്നില്ലെങ്കിൽ തകരം അല്ലെങ്കിൽ കീഴടങ്ങും. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. തന്നെയുമല്ല, യുദ്ധം ഇനിയും തുടരുവാണെങ്കിൽ, അമേരിക്കയാണല്ലോ തുടരുന്നത്, ഇറാൻ തുടങ്ങില്ല, ആണെങ്കിൽ ഇറാൻ വളരെ കർശനമായിട്ട് വളരെ സ്പഷ്ടമായിട്ട് ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതായത് ഇറാൻ GCC രാജ്യങ്ങളിലെ ഓയിൽ ഇൻസ്റ്റലേഷനും വാട്ടർ ഡിസാലിനേഷൻ പ്ലാന്റ്സും നശിപ്പിക്കും. അതിനുള്ള കഴിവ് ഇറാൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ, അമേരിക്കൻ മിലിറ്ററി അസസ്മെന്റ് ഇറാന് 3-4 മാസം പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്. 60% ഡ്രോൺസും മിസൈൽസും ഇപ്പോഴും ഇറാന്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ നാശമായിരിക്കും. എണ്ണയുടെ വില $200 അത് കൂടും. അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് തോന്നുന്നില്ല പ്രസിഡന്റ് ട്രംപിന് 24 മണിക്കൂറിൽ കൂടുതൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാതെ ഇരിക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് ട്രംപ് വളരെ എന്താ പറയുക, ഒരു ചെക്ക്മേറ്റ് പൊസിഷനാണ് ഇറാനിൽ. പക്ഷെ അതേ സമയത്ത് തന്നെ നെതന്യാഹുവിന്റെ ജൂയിഷ് ലോബി വളരെ ആക്റ്റീവാണ്. അപ്പോൾ കുറെ സെനറ്റേഴ്സ് പറഞ്ഞു തുടങ്ങി ഇങ്ങനെയുള്ള എഗ്രിമെന്റ് ഒന്നും പാടില്ല, ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺസ് പ്രോഗ്രാം തകർക്കണം, 440 കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം അമേരിക്കയിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇറാനും അമേരിക്കയും തമ്മിൽ മുഴുവനായിട്ട് സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഏതാണ്ട് സമ്മതിച്ച എന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്ക ബ്ലോക്കേഡിനൊപ്പം കുറച്ച് ഇറാന്റെ ഫ്രോസൺ ഫണ്ട്സ് ഏതാണ്ട് 20 ബില്യൺ അത് റിലീസ് ചെയ്യും. അപ്പോൾ ഇറാൻ സ്റ്റേറ്റ് ഓഫ് ഹോർമസ് തുറക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി 30 ദിവസത്തേക്കോ വേണ്ടി വന്നാൽ 60 ദിവസത്തേക്കോ ഇരുന്ന് സംസാരിച്ച് മറ്റു കാര്യങ്ങൾ, ഇറാന്റെ ന്യൂക്ലിയർ ആക്ടിവിറ്റീസിനെ പറ്റിയുള്ള കാര്യങ്ങളും കൂടി പറ്റിയൊരു ഉടമ്പടി ഉണ്ടാക്കും. അതാണ് അവർ ഏതാണ്ട് സമ്മതിച്ചിരിക്കുന്നത്, മുഴുവനായിട്ടല്ല ഏതാണ്ട്. അപ്പൊ അത് ട്രംപ് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അദ്ദേഹം പ്രതിബന്ധങ്ങൾ നേരിടുന്നു. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ട്രംപിന് ഇനിയും ഒരു യുദ്ധം ഉള്ള എന്താ പറയാ തുടങ്ങുന്നത് വളരെ ബുദ്ധിമോശമായിരിക്കും. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം ചെയ്യില്ല എന്ന് ഞാൻ പറയില്ല. കാരണം തെറ്റായ കാര്യങ്ങളും അദ്ദേഹം ചെയ്യാനുള്ള കഴിവും കരുത്തും മനോഭാവവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ മിക്കവാറും 1-2 അല്ലെങ്കിൽ 3-4 ദിവസങ്ങൾക്കകം, കാരണം എണ്ണവില ഇനി കൂടുമ്പോൾ ട്രംപ് നെതന്യാഹുവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നെതന്യാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് ലെബനോണിലേക്കുള്ള ആക്രമണങ്ങൾ നിർത്തണമെന്ന്.
നെത്തന്യാഹു ഏതാണ്ട് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ പരസ്യമായിട്ട് നെത്തന്യാഹു പറഞ്ഞു ഇസ്രയേലിനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഇസ്രയേലിനുണ്ട്, ഈ എവിടെയായാലും, ലെബനനിലായാലും മറ്റ് എവിടെയായാലും. അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ വളരെ അനിശ്ചിതാവസ്ഥയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ ഈ അവസ്ഥയിൽ ഈ കാര്യങ്ങൾക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. കാരണം ട്രംപിന്റെ മേലുള്ള ഇന്റേണൽ പൊളിറ്റിക്കൽ പ്രഷേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണവില മാത്രമല്ല, അദ്ദേഹത്തിന്റെ അപ്രൂവൽ റേറ്റിംഗ്, പിന്നെ മിഡ് ടേം പോൾസ് വരുന്നുണ്ടല്ലോ നവംബറിൽ, അതും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. ഇറാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ തലവനെ ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഖമനേയിയുടെ മരണം അത് ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ അത്ര പെട്ടെന്നൊരു സമാധാന കരാറിലേക്ക് ഇറാൻ കടക്കുമോ? തീർച്ചയായിട്ടും. ഇറാൻ വളരെ പ്രാക്ടിക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരൊരു ചെസ്സാണ് കളിക്കുന്നത്, ട്രംപ് പോക്കറാണ് കളിക്കുന്നത്. അപ്പോൾ ഇറാൻ വളരെ പ്രാക്ടിക്കലാണ്. കാരണം ഇറാന്റെ എക്കണോമി വളരെ മോശമായിട്ടുള്ള സ്ഥിതിയിലാണ്. അവരുടെ കറൻസിക്ക് യാതൊരു വിലയില്ല. പിന്നെ അമേരിക്കൻ സാങ്ഷൻസ് കാരണം ഇമ്പോർട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇറാനും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അവര് നാളെ കീഴടങ്ങാൻ പോവാണെന്ന് വിചാരിക്കുന്നു തെറ്റായിരിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ഇറാന്റെ ഹിസ്റ്ററിയും അവരുടെ കൾച്ചറും ഷിയ മെന്റാലിറ്റിയും ഒക്കെ പഠിക്കണം. അത് പഠിക്കാനുള്ള സമയം പ്രസിഡന്റ് ട്രംപിനില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അത് പഠിച്ചിട്ടുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഉള്ളവർ പഠിച്ചിട്ടുണ്ട്, പെൻഡഗണിലുള്ളവർ പഠിച്ചിട്ടുണ്ട്, പിന്നെ അവിടെ ഒരു ഓഫീസർ ഹിസ്റ്ററിയൻ ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിൽ, അവരെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് കേൾക്കാൻ ട്രംപിന് സമയം വേണം, ക്ഷമ വേണം, ഒരു മനസ്ഥിതി വേണം. അതുണ്ടോ ഇല്ലെന്ന് എനിക്ക് സംശയമുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ KP ഫാബിയൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.